എന്ത് CPM തൊഴിലാളി വർഗ പാർട്ടിയും CPM തൊഴിലാളി വർഗ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് CPM-ഉം സ്വർണവും തമ്മിൽ എന്താ ബന്ധം? എത്രയോ കാലമായിട്ട് ഈ സ്വർണ്ണമായിട്ട് ഇവരിങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൊഴിലാളി വർഗ സർവാധിപത്യം സ്വപ്നം കാണുന്ന ഒരു പാർട്ടിക്ക് സ്വർണ്ണക്കാര്യത്തിലാണ് ഇപ്പം ബന്ധം വരുന്നത്. അവർ സ്വർണം എടുത്തില്ലോ എന്നോ ആരും പറയുന്നില്ലല്ലോ. അവരുടെ ഭരണകാലത്ത് പ്രശസ്തമായൊരു ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി സംബന്ധിച്ചും ദ്വാരപാലകരുടെ ആ സ്വർണ്ണ കവചം സംബന്ധിച്ചും സംശയം വന്നു. ആ സംശയം ദൂരീകരിച്ചു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അത് ദൂരീകരിച്ചു കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലാണ് അസംബ്ലി ചേരുമ്പോൾ പ്രതിപക്ഷത്തിന് അസംബ്ലിയിലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അസംബ്ലി ചേരാത്തപ്പോൾ പുറത്ത് ചോദിക്കാം. പ്രതിപക്ഷത്തിന് അസംബ്ലി ചേരുമ്പോൾ ചോദിക്കാം. പത്രലേഖകർക്ക് മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോഴും ചോദിക്കാം. മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെ കാണാൻ പത്രലേഖകർക്ക് പറ്റുന്നില്ല. എവിടെയെങ്കിലും വെച്ച് മുഖ്യമന്ത്രി ഇങ്ങനത്തെ സംഭവം എന്ന് ചോദിച്ചാൽ അദ്ദേഹം രൂക്ഷമായി നോക്കിയിട്ട് അദ്ദേഹം മിണ്ടാതെ പോകും. അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിച്ചാൽ അതിനുത്തരമില്ല. പിന്നെ എവിടെ ഉത്തരം പറയുക? അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങുക. അതുകൊണ്ടാണ് രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ചത് മേഖലാ റാലികൾ നടത്തി ജനങ്ങളോട് കാര്യം പറയുക. പന്തളത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിശ്വാസി സമ്മേളനം എന്ന് വെച്ചാൽ ശബരിമലയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ, അതൊരു രാഷ്ട്രീയമായ സമ്മേളനം തന്നെയാണ്. രാഷ്ട്രീയമായ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മന്ത്രി വാസവനും മന്ത്രി രാജേഷും ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ സമ്മേളനത്തോടുകൂടി ഒരുപാട് സംശയങ്ങൾ വന്നു. കാരണം 2019 ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോകാതിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഈ കാര്യത്തിൽ അന്ന് കൊണ്ടുപോയ സ്വർണം മഹസറിൽ ചെമ്പെന്നെഴുതി കൊണ്ടുപോയ സ്വർണത്തിൻ്റെ അളവ് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറഞ്ഞു. ഇതൊക്കെയാണല്ലോ ചർച്ച. അപ്പോൾ ഇതൊക്കെ ഇത്രയും വർഷമായിട്ട് ഇവരുടെ കണ്ണിൽ എന്തുകൊണ്ട് പെട്ടില്ല? ഇന്ന് ഞാൻ വിചാരിച്ചു മന്ത്രി വാസവൻ പത്രസമ്മേളനം നടത്തുമ്പോഴേ ഇതും കൂടെ ഒന്ന് പറയുമായിരിക്കും. കാരണം അന്വേഷണം നടക്കുന്നുണ്ട്, വേറെ വിഷയം. പക്ഷേ 2019 നടന്ന സംഭവത്തിൽ ഈ 2025 ആയിട്ടും ഇവരിത് അറിഞ്ഞില്ലെന്നുള്ളതാണല്ലോ. ഇപ്പോൾ പ്രശാന്ത് വന്നപ്പോൾ പ്രശാന്ത് എന്താ പറയുന്നത്? ആദ്യം പറഞ്ഞെന്താ? അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ്. സത്യത്തിൽ വേണു അയ്യപ്പ സംഗമം നടത്തിയതാണിത് പുറത്തു വരാൻ കാരണം. അന്ന് ഞാൻ ഈ ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഈ അയ്യപ്പ സംഗമം ഈ ഗവൺമെൻറ്റിനെ കുഴിയിൽ വീഴ്ത്തുമെന്ന് പറഞ്ഞിരുന്നു. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ്റെ ഒരു വികൃതിയാണെന്നൊക്കെ അവർ പറയും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, അയ്യപ്പ സംഗമം നടത്തിയപ്പോഴാണ് പലതും പുറത്തു വന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ നോക്കൂ, വാർത്ത വന്നപ്പോഴല്ലേ മന്ത്രി നമ്മളൊരു കാര്യം പറഞ്ഞത്. അതായത് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 3 കോടി രൂപ എടുത്തിട്ട് അയ്യപ്പ സംഗമം നടത്താനായിട്ട് കൊടുത്തു. ദേവസ്വം ബോർഡിൻ്റെ പണമെടുത്ത് കൊടുക്കാൻ പാടില്ല എന്നല്ലേ? അത് തിരിച്ചു വെക്കില്ല എന്നൊക്കെ പിന്നെ വരുന്ന വിഷയമാണ്. പക്ഷേ ഈ കൊടുത്ത കാര്യം മന്ത്രി പറഞ്ഞിട്ടില്ല പൊതുജനങ്ങളോടെ. കൊടുത്ത കാര്യം നമ്മളറിഞ്ഞത് പത്ര ചാനലുകൾ വന്നപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്, ഈ 3 കോടി രൂപ കൊടുത്തു എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 കോടി രൂപ ഞങ്ങൾ കൊടുത്തു എന്ന് എന്താ അവർ പറയാതിരുന്നത്? അപ്പോൾ അതും മറച്ചു വെച്ചതാണോ? അങ്ങനെയാണെങ്കിൽ ഈ 2019 ശേഷം ഉണ്ടായ ശബരിമലയിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എത്ര പേര് പ്രതിക്കൂട്ടിൽ വരുമെന്നറിയോ വേണു? ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യമേ ഉള്ളൂ, പൊതു മുതൽ ആരും കൊള്ളയടിക്കാൻ പാടില്ല. ഇന്ന് സുധാകരൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. CPM-ൻ്റെ നേതാവാണല്ലോ ഇവിടെ നമ്മുടെ സുഹൃത്ത് ഡോക്ടർ ഗോപകുമാറിൻ്റെ നേതാവാണല്ലോ സുധാകരൻ, മുൻ ദേവസ്വം മന്ത്രി, CPM-ൻ്റെ പ്രമുഖനായ ഇപ്പോഴത്തെ നേതാവ്. അദ്ദേഹം എന്താ പറഞ്ഞത്? സ്വർണം കൊണ്ടുപോകുന്നതും നമ്പർ 1 എന്ന് പറയുമെന്നല്ലേ ചോദിച്ചത്. അവിടെ പരിഹാസമാണ് CPM നേതാവിൻ്റെ. അപ്പോൾ CPM നേതാവിനെ ആയ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ സുധാകരനെ പോലും ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കരുവന്നൂർ കേസ് വന്നപ്പോഴും ഇതുപോലെ സുധാകരൻ ചോദിച്ചു, കരുവന്നൂർ കൊള്ളയടിക്ക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിയിൽ യഥാവധി മനസ്സിലാക്കി കൊടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന്. അതേ സുധാകരൻ ഇന്ന് പറയുന്നു ഇതിൽ നമ്പർ 1 ആണെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുമ്പോൾ വേണു സാധാരണ അസംബ്ലിയിൽ ഇവർ മേനി നടിച്ച എന്താണ്? അടിയന്തര പ്രമേയങ്ങൾക്കെല്ലാം അനുമതി കൊടുത്തു എന്നല്ലേ? ആ അടിയന്തര പ്രമേയങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അത് വെറും വാചക കസർത്ത് കൊണ്ട് രക്ഷപ്പെട്ടു പോകാവുന്ന കാര്യമാണ്. ഇന്നതല്ല. ഇന്ന് കഴിഞ്ഞ ആഴ്ച കൊടുത്ത എന്താണ്? ശബരിമലയെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയമാണ്. അതിന് അനുമതി കൊടുത്തില്ല. എന്നിട്ട് ഇന്ന് പറയുകയാണ് ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല എന്ന്. അപ്പോൾ അന്ന് പറഞ്ഞതോ? അന്ന് ശനിയാഴ്ചയും ഞായറാഴ്ചയും നോട്ടീസ് കൊടുത്തില്ലെന്ന് പറഞ്ഞ മന്ത്രിമാരാ അസംബ്ലിയിൽ ഇരിക്കുന്നത്, ഡോക്ടർ ഗോപൻ. അപ്പം എവിടെയാണ് നിങ്ങൾക്ക് എന്തോ ഒരു സ്ഥലജലഭ്രമം സംഭവിച്ചതൊരു തോന്നലാണ്.